ഹായ് ഓൾ, വെൽക്കം ടു ജയലേൺ. എൻ്റെ പേര് സ്വാതി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ K1 വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ? K1 മാത്രമല്ല, K2, K3 എഴുതുന്ന എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നില്ലേ? അപ്പോൾ നമ്മളിനി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ്? പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യണം. അത് മാത്രമല്ല, എക്സാം എഴുതി ശീലിക്കണം. എങ്ങനെയാണോ ഒരു എക്സാം ഹാളിൽ ചെന്നാൽ നിങ്ങൾ പാനിക് ആവാതെ എക്സാം എഴുതാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക? നിങ്ങളൊരു OMR ഷീറ്റ് എടുത്തിട്ട് നിങ്ങൾ എക്സാം എഴുതി നോക്കിയിട്ടുണ്ടോ? എക്സാം ഹാളിൽ ഇരുന്ന് എഴുതുന്ന പോലെ ടൈമർ വെച്ച് എക്സാം എഴുതിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അതൊന്നും പേടിക്കണ്ട. നമുക്കിതാ ഇവിടെ നമ്മുടെ ടെസ്റ്റ് സീരീസ് ആരംഭിക്കാം. ടെസ്റ്റ് സീരീസ് നമ്പർ 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് ആരംഭിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇതുവരെ ചോദിച്ചിട്ടുള്ള PYQs എല്ലാം ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ ഇനി വരുന്ന ടെസ്റ്റ് സീരീസുകളിലും ഉണ്ടാവും. സോ നിങ്ങൾക്ക് കിട്ടാത്തതാണെങ്കിൽ നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു ടെസ്റ്റ് സീരീസോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ റിവിഷനും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ പഠിച്ച ഭാഗത്ത് നിന്ന് EVSലൊക്കെ നിങ്ങൾക്ക് അറിയാം ഇനി എന്തൊക്കെയാണ് പഠിക്കാൻ ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഇനി കവർ ചെയ്യാൻ എന്തൊക്കെയുണ്ട് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യണം? ഓരോ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴും നിങ്ങൾ എഴുതി വെക്കുക. ഒരു OMR ഷീറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ബുക്കോ പേപ്പറോ എന്തെങ്കിലും എടുക്കുക, പെൻ എടുക്കുക. ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും അതിന്റെ ആൻസർ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഓപ്ഷൻ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് വേണം? ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ? ടെസ്റ്റ് സീരീസിന് റെഡി അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പക്ഷികളെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ തന്ത്രം ഏതാണ്? ഓപ്ഷൻ എ പ്രകൃതി നടത്തം, ഓപ്ഷൻ ബി വീഡിയോ കാണൽ, ഓപ്ഷൻ സി പുസ്തക വായന, ഓപ്ഷൻ ഡി ഗ്രൂപ്പ് ചർച്ച. 10 സെക്കൻഡ് ആണുള്ളത്. അതിനുള്ളിൽ നിങ്ങൾ ആൻസർ ചെയ്താന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ആരും മടിച്ചു നിൽക്കരുത്. കൃത്യമായ ആൻസർ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: യൂട്രോഫിക്കേഷൻ എന്ന പദം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫസ്റ്റ് ഓപ്ഷൻ ജലമലിനീകരണം, സെക്കൻഡ് ഓപ്ഷൻ വായു മലിനീകരണം, തേർഡ് ഓപ്ഷൻ മണ്ണ് മലിനീകരണം, ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ശബ്ദ മലിനീകരണം. യൂട്രോഫിക്കേഷൻ എന്ന പദം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ആൻസർ എഴുതിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ: മഴത്തുള്ളികളുടെ അടിഭാഗം കൂടുതൽ പരന്നതായിരിക്കുന്നതിന്റെ കാരണം എന്താണ്? മഴത്തുള്ളികളുടെ അടിഭാഗം കൂടുതൽ പരന്നതായിരിക്കുന്നതിന്റെ കാരണം എന്താണ്? എ ഉപരിതല പിരിമുറുക്കം, ബി വായുമർദ്ദം, സി കൊഹെഷൻ ബലം, ഡി അഡിഷൻ ബലം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: തന്നിരിക്കുന്ന ഗ്രാഫിലെ ഷെയ്ഡുള്ള സ്ഥലത്ത് അന്തരീക്ഷത്തിലെ ഏത് ഘടകമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? അപ്പൊ ഈ ഷെയ്ഡഡ് പോർഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്, ആൻഡ് ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റെഡ് ഡാറ്റ ബുക്ക് ഏത് സംഘടനയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ: റെഡ് ഡാറ്റ ബുക്ക് ഏത് സംഘടനയാണ് പ്രസിദ്ധീകരിക്കുന്നത്? റെഡ് ഡാറ്റ ബുക്ക് WWF, ഓപ്ഷൻ ബി IUCN, ഓപ്ഷൻ സി ISBN, ഓപ്ഷൻ ഡി SPCA. ഏത് സംഘടനയാണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്?
ആൻസർ എഴുതിക്കൊള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെരാറ്റോപ്ലാസ്റ്റി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് അവയവവുമായിട്ടാണ് കെരാറ്റോപ്ലാസ്റ്റി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹൃദയം, കണ്ണ്, വൃക്ക, ചർമ്മം. ഹൃദയം, കണ്ണ്, വൃക്ക, ചർമ്മം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലേറിയയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മാണുക്കൾ ഏതൊക്കെയാണ്? മലേറിയയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മാണുക്കൾ ഏതാണ്? ബാക്ടീരിയ, ഓപ്ഷൻ ബി ഫംഗസ്, ഓപ്ഷൻ സി വൈറസ്, ഓപ്ഷൻ ഡി പ്രോട്ടോസോവ. നെക്സ്റ്റ് വൺ, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. CPCRI മങ്കൊമ്പ്, CTCRI ശ്രീകാര്യം, RRII തൃശൂർ, RRS കാസർഗോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സസ്യങ്ങളും അവയുടെ പരാഗണ രീതിയും സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. കുരുമുളക് പ്രാണി, തെങ്ങ് കാറ്റ്, വാലിസ്നേറിയ പ്രാണി ആൻഡ് വാട്ടർ ലില്ലി വെള്ളം. അപ്പോൾ ഓപ്ഷൻ എ കുരുമുളക് പ്രാണി, ഓപ്ഷൻ ബി തെങ്ങ് കാറ്റ്, ഓപ്ഷൻ സി വാലിസ്നേറിയ പ്രാണി ആൻഡ് ഓപ്ഷൻ ഡി വാട്ടർ ലില്ലി വെള്ളം. വാട്ടർ ലില്ലി വെള്ളം. അടുത്ത ക്വസ്റ്റ്യൻ, പുനരുപയോഗിക്കാവുന്നതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഊർജ രൂപം താഴെ പറയുന്നവയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. പുനരുപയോഗിക്കാവുന്നതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഊർജ രൂപം താഴെ പറയുന്നവയാണ്. ഓപ്ഷൻ എ കാറ്റിൽ നിന്നുള്ള ഊർജം, ഓപ്ഷൻ ബി പ്രകൃതിവാതകം, ഓപ്ഷൻ സി താപ ഊർജം, ഓപ്ഷൻ ഡി ആണവ ഊർജം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉളുക്കിയാൽ ചെയ്യാൻ പാടില്ലാത്ത പ്രഥമ ശുശ്രൂഷ. ഉളുക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത പ്രഥമ ശുശ്രൂഷ ഏതാണ്? ഓപ്ഷൻ എ ഉളുക്കിയ ഭാഗം അനക്കരുത്, ഓപ്ഷൻ ബി കാലിൽ ഉളുക്കിയാൽ കഴിയുന്നത്ര നടക്കരുത്, ഓപ്ഷൻ സി ഉളുക്കിയ ഭാഗം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക, ഓപ്ഷൻ ഡി ഉളുക്കിയ ഭാഗത്ത് എണ്ണ പുരട്ടാതിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മണ്ണ് വർഷമായി ആചരിക്കുന്നത് എന്നാണ്? മണ്ണ് വർഷമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ 2014, ഓപ്ഷൻ ബി 2015, ഓപ്ഷൻ സി 2005 ആൻഡ് ഓപ്ഷൻ ഡി 2016. 2014, ഓപ്ഷൻ എ 2014, ഓപ്ഷൻ ബി 2015, ഓപ്ഷൻ സി 2005, ഓപ്ഷൻ ഡി 2016. ഇതിലേതാണ് മണ്ണ് വർഷമായി ആചരിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ഹൈബ്രിഡ് ഗോതമ്പ് ഇനമാണ്? ഓക്കെ, ഹൈബ്രിഡ് ഗോതമ്പ് ഇനം ഏതാണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ? കല്യാൺ സോണ, ത്രിവേണി, ഗിരിജ, സൊണാലിക. ഓക്കെ, ഓപ്ഷൻ എ കല്യാൺ സോണ, ഓപ്ഷൻ ബി ത്രിവേണി, ഓപ്ഷൻ സി ഗിരിജ, ഓപ്ഷൻ ഡി സൊണാലിക.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൂര്യന്റെ ഏറ്റവും പുറംപാളി അറിയപ്പെടുന്നത് ഡാഷ്. സൂര്യന്റെ ഏറ്റവും പുറംപാളി അറിയപ്പെടുന്നത് ഡാഷ്. ഓപ്ഷൻ എ കൊറോണ, ഓപ്ഷൻ ബി പ്രഭാമണ്ഡലം, ഓപ്ഷൻ സി ക്രോമോസ്ഫിയർ ആൻഡ് ഓപ്ഷൻ ഡി ഗ്രാനുൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓരോ തരം ആവാസ വ്യവസ്ഥയുടെയും സവിശേഷത എന്താണ്? ഓപ്ഷൻ എ ജീവജാലങ്ങൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം, ഓപ്ഷൻ ബി ജൈവ അജീവീയ ഘടകങ്ങൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം, ഓപ്ഷൻ സി അജീവീയ ഘടകങ്ങൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം, ഓപ്ഷൻ ഡി വ്യക്തികൾക്കിടയിലുള്ള പോരാട്ടങ്ങൾ. അപ്പൊ ഏതാണ് ആവാസ വ്യവസ്ഥയുടെ സവിശേഷത? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡോഗ് ഫിഷിന്റെ ആവാസ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ നദി, ഓപ്ഷൻ ബി കുളം, ഓപ്ഷൻ സി തടാകം, ഓപ്ഷൻ ഡി കടൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ലഭിക്കുന്നു, ഓപ്ഷൻ ബി മണ്ണിൽ നിന്ന് കാണ്ഡ വ്യവസ്ഥയിലൂടെ വെള്ളം ആഗിരണം ചെയ്യപ്പെടുന്നു, ഓപ്ഷൻ സി സാന്തോഫിൽ എന്നറിയപ്പെടുന്ന പിഗ്മെന്റുകളാൽ സൂര്യപ്രകാശം പിടിക്കപ്പെടുന്നു, ഓപ്ഷൻ ഡി ക്ലോറോഫിൽ പച്ച വെളിച്ചം ആഗിരണം ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്താണ്? ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്താണ്? ഓപ്ഷൻ എ നീല, ഓപ്ഷൻ ബി ചുവപ്പ്, ഓപ്ഷൻ സി വെള്ള, ഓപ്ഷൻ ഡി കറുപ്പ്. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്താണ്? ഓപ്ഷൻ എ നീല, ബി ചുവപ്പ്, സി വെള്ള, ഡി കറുപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാക്ടീരിയകളെയും വൈറസുകളെയും കൊല്ലാൻ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ജലശുദ്ധീകരണ രീതി ഏതാണ്? ഓപ്ഷൻ എ ഫിൽട്രേഷൻ, ഓപ്ഷൻ ബി ക്ലോറിനേഷൻ, ഓപ്ഷൻ സി UV അണുവിമുക്തമാക്കൽ, ഓപ്ഷൻ ഡി തിളപ്പിക്കൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മണ്ണ് വെള്ളത്തിൽ കലർത്തി അതിൽ ഒരു രാസവസ്തു ചേർത്ത് കുമിളകളുടെ അളവ് നിരീക്ഷിക്കുന്നത് മണ്ണിലെ ജൈവ വസ്തുക്കൾ നിർണയിക്കുന്നതിനുള്ള ഒരു രീതിയാണ്. ഈ പരീക്ഷണത്തിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ഓസോൺ, ഓപ്ഷൻ ബി ഹൈഡ്രജൻ പെറോക്സൈഡ്, ഓപ്ഷൻ സി അയഡിൻ ആൻഡ് ഓപ്ഷൻ ഡി ബോഡോ മിശ്രിതം. ഓക്കെ, അപ്പൊ എല്ലാവരും എക്സാം എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ട് എഴുതി കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാവും, എനിക്ക് ഇത്ര കിട്ടി, അല്ലെങ്കിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്, ചില ഭാഗങ്ങൾ എനിക്ക് അറിയുന്നില്ല, അല്ലെ? ഇനി നമുക്ക് ഇതിന്റെ ആൻസറും കൂടി നോക്കാം. അപ്പൊ നമ്മൾ എക്സാം എഴുതിയ ആദ്യത്തെ ചോദ്യം, അപ്പൊ ഓരോ ചോദ്യത്തിന്റെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി കഴിഞ്ഞിട്ട് കറക്റ്റ് ആണ് അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ളത് നോക്കാം. നമുക്ക് നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ കേട്ടോ, ഞാൻ ഈ ആൻസർ പറയുന്നതിന് മുന്നേ. ഓക്കെ, നോക്കിയാലോ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷികളെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ തന്ത്രം ഏതാണ്? ഏതാണ്? പ്രകൃതി നടത്തം, വീഡിയോ കാണൽ, പുസ്തക വായന, ഗ്രൂപ്പ് ചർച്ച. ഏതാണ്? കമന്റ് ചെയ്യൂ.
നിങ്ങൾക്ക് ഏതാ തോന്നണേ? ആൻസർ വരുന്നത് പ്രകൃതി നടത്തം, നടന്ന പക്ഷികളെ പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും നിങ്ങൾ എന്ത് വേണം? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കൂട്ടി വെക്കണം കേട്ടോ. 1 മാർക്ക് 1 മാർക്ക് 1 മാർക്ക്, അങ്ങനെ 20 എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. റെഡി അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. യൂട്രോഫിക്കേഷൻ എന്ന പദം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായിട്ടാണ് യൂട്രോഫിക്കേഷൻ ബന്ധപ്പെട്ടിട്ടുള്ളത്? ജലമലിനീകരണം, വായുമലിനീകരണം, മണ്ണ് മലിനീകരണം, ശബ്ദ മലിനീകരണം. ഏതുമായിട്ടാ ബന്ധപ്പെട്ടിട്ടുള്ളത്? പറയൂ. ജലമലിനീകരണവുമായിട്ടാണ് യൂട്രോഫിക്കേഷൻ ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. മഴത്തുള്ളികളുടെ അടിഭാഗം കൂടുതൽ പരന്നതായിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഉപരിതല പിരിമുറുക്കം, വായുമർദ്ദം, കൊഹിഷൻ ബലം, അഡിഷൻ ബലം. ഇപ്പൊ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ ഇത്. ഇതൊന്നും തെറ്റിക്കരുത്. ഇത് തെറ്റിയിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവാം. എന്താ ആൻസർ? കമന്റിൽ പോരട്ടെ. എന്താ ആൻസർ? ഉപരിതല പിരിമുറുക്കം. ഓക്കെ, അടുത്തത്. തന്നിരിക്കുന്ന ഗ്രാഫിലെ ഷെയ്ഡുള്ള സ്ഥലത്ത് അന്തരീക്ഷത്തിലെ ഏത് ഘടകമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? ഇത് അന്തരീക്ഷത്തിലെ ഘടകത്തിന്റെ ഗ്രാഫാണ്. ഇതില് ഈ ഷെയ്ഡുള്ള ഭാഗം ഇത് ഏതിനെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഉണ്ടല്ലോ, ഈ ഷെയ്ഡഡ് പോർഷൻ കിട്ടണമെങ്കിൽ എത്രത്തോളമാണ് ഈ ഘടകങ്ങള് അന്തരീക്ഷത്തില് ഉള്ളത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഓക്കെ, എന്നാലാണ് ഇതിന്റെ ആൻസർ എഴുതാൻ കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് ആൻസർ പറയാം. എന്താണ് ഇതിന്റെ ആൻസർ? നൈട്രജൻ ആണോ, ഓക്സിജൻ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, ഹൈഡ്രജൻ ആണോ? നിങ്ങൾ എന്തായാലും ഒരു ഗസ് ചെയ്യൂ. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഒന്ന് ഗസ് ചെയ്യൂ. ഏതാണ്? ഓക്സിജൻ. ഓക്കെ, അടുത്തത്. റെഡ് ഡാറ്റ ബുക്ക് ഏത് സംഘടനയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ഡയറക്റ്റ് CRT ചോദ്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം. ഏത് സംഘടനയാണ് പ്രസിദ്ധീകരിച്ചുള്ളത്? IUCN. ഏതാണ്? IUCN. അടുത്തത്. കെരാറ്റോപ്ലാസ്റ്റി ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെരാറ്റോപ്ലാസ്റ്റി ഹൃദയം, കണ്ണ്, വൃക്ക, ചർമ്മം. ഏത് അവയവുമായിട്ടാണ് ബന്ധപ്പെട്ടുള്ളത്? കണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലേറിയയ്ക്ക് കാരണമാവുന്ന സൂക്ഷ്മാണുക്കൾ ഏതാണ്? ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, വൈറസ് ആണോ, പ്രോട്ടോസോവയാണോ? ഏതാണ്? യെസ്, പ്രോട്ടോസോവ. ഓക്കെ, അടുത്തത്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. CPCRI മങ്കൊമ്പ്, CTCRI ശ്രീകാര്യം, RRII തൃശൂർ, RRS കാസർഗോഡ്. ഏതാണ്? CTCRI ശ്രീകാര്യം. ഓക്കെ, അപ്പൊ ഇത്രയും ശരിയായിട്ടുള്ളവരാണെങ്കിൽ, ഫുള്ള് ശരിയായിട്ടുള്ളവരാണെങ്കിൽ അടുത്തതും കൂടെ നോക്കുക. നിങ്ങളുടെ ഏതാണ് തെറ്റുന്നത്, അല്ലെങ്കിൽ 20ൽ 20 ആർക്കൊക്കെയാണ് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ മാർക്ക് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം ഇതെല്ലാം കഴിയുമ്പോൾ. ഓക്കെ, ഇപ്പൊ മാർക്ക് നോക്കാനായിട്ട് മറക്കരുതേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സസ്യങ്ങളും അവയുടെ പരാഗണ രീതിയും സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. കുരുമുളക് പ്രാണി, തെങ്ങ് കാറ്റ്, വലിസ്നേറിയ പ്രാണി, വാട്ടർ ലില്ലി വെള്ളം. എന്താണ് ആൻസർ വരുന്നത്? തെങ്ങ് കാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുനരുപയോഗിക്കാവുന്നതും പരിസ്ഥിതി സൗഹൃദപരവുമായിട്ടുള്ള ഊർജ്ജരൂപം താഴെ പറയുന്നവയാണ്. പുനരുപയോഗിക്കാൻ പറ്റണം, പരിസ്ഥിതി സൗഹൃദപരമായിരിക്കണം, അതായത് പ്രകൃതിക്ക് ദോഷമൊന്നും ഉണ്ടാവരുത്. ഏതാണ് ആൻസർ വരുന്നത്? കാറ്റിൽ നിന്നുള്ള ഊർജ്ജമാണോ, പ്രകൃതിവാതകമാണോ, താപ ഊർജ്ജമാണോ, ആണവ ഊർജ്ജമാണോ? എന്താണ് ആൻസർ വരുന്നത്? കാറ്റിൽ നിന്നുള്ള ഊർജം. അടുത്തത്. ഉളുക്കിയാൽ ചെയ്യാൻ പാടില്ലാത്ത പ്രഥമ ശുശ്രൂഷ ഏതാണ്? നോക്കൂ, പാടില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പാടുള്ളതല്ല, പാടില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഉളുക്കിയാൽ ഭാഗം അനക്കരുത്. ഉളുക്കിയ ഭാഗം അനക്കാൻ പാടില്ല. കാലിൽ ഉളുക്കിയാൽ കഴിയുന്നത്ര നടക്കരുത്. ഉളുക്കിയ ഭാഗം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക. ഉളുക്കിയ ഭാഗത്ത് എണ്ണ പുരട്ടാതിരിക്കുക. എന്താണ് ആൻസർ വരുന്നത്? ഉളുക്കിയ ഭാഗം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളതും പാടില്ലാത്തതാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഉളുക്കിയ ഭാഗം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മണ്ണ് വർഷമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? പണ്ട് തൊട്ടേ PSC ചോദിക്കുന്നതുമാണ്, കേട്ടിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനുമാണ് അല്ലേ.
ഏതാണ് മണ്ണ് വർഷമായിട്ട് ആചരിക്കുന്നത്? 2014 ആണോ, 15 ആണോ, 2005 ആണോ, 2016 ആണോ? ഏതാണ്? 2015. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് ഹൈബ്രിഡ് ഗോതമ്പ് ഇനമാണ്? കല്യാൺ സോണ, ത്രിവേണി, ഗിരിജ, സൊണാലിക്ക. ഏതാണ് ഹൈബ്രിഡ് ഇനം ഗോതമ്പിന്റെ? ഏതാണ്? കല്യാൺ സോണ. ഓക്കെ, നെക്സ്റ്റ് വൺ. സൂര്യന്റെ ഏറ്റവും പുറം പാളി അറിയപ്പെടുന്നത് എന്താണ്? കൊറോണ, പ്രഭാമണ്ഡലം, ക്രോമോസ്ഫിയർ, ഗ്രാന്യൂൾ. എന്താണ് അറിയപ്പെടുന്നത്? കൊറോണ. ഓക്കെ, കിട്ടിയല്ലോ? ഇതുവരെയെല്ലാം നിങ്ങൾ നോക്കി പോകുന്നുണ്ടല്ലോ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ. ഓരോ തരം ആവാസ വ്യവസ്ഥയുടെയും സവിശേഷത എന്താണ്? ഓരോരോ ആവാസ വ്യവസ്ഥകളുണ്ട് അല്ലെ, അതിന്റെ എല്ലാം സവിശേഷത ഈ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജൈവ ജാലങ്ങൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം, ജൈവ അജീവീയ ഘടകങ്ങൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം, അജീവീയ ഘടകങ്ങൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം, വ്യക്തികൾക്കിടയിലുള്ള പോരാട്ടങ്ങൾ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ജൈവ അജീവീയ ഘടകങ്ങൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഡോഗ് ഫിഷിന്റെ ആവാസ കേന്ദ്രം ഏതാണ്? ഈ കൊടുത്തിട്ടുള്ളവയില് ഡോഗ് ഫിഷിന്റെ ആവാസ കേന്ദ്രം ഏതാണ്? നദി, കുളം, തടാകം, കടൽ. ഏതാണ് ആൻസർ വരുന്നത്? കടലാണ് ആൻസർ. അടുത്തത്. പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് ശരി ഏതാണ്? അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നു. മണ്ണിൽ നിന്ന് കാണ്ഡവ്യവസ്ഥയിലൂടെ വെള്ളം ആഗിരണം ചെയ്യപ്പെടുന്നു. സാന്തോഫിൽ എന്നറിയപ്പെടുന്ന പിഗ്മെന്റുകളാൽ സൂര്യപ്രകാശം പിടിക്കപ്പെടുന്നു. ക്ലോറോഫിൽ പച്ച വെളിച്ചം ആഗിരണം ചെയ്യുന്നു. ഇതിൽ ഏതാണ് പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് ശരിയായിട്ടുള്ളത്? എന്താണ് ആൻസർ വരുന്നത്? അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്താണ്? നീല, ചുവപ്പ്, വെള്ള, കറുപ്പ്. എന്താണ് ആൻസർ? കറുപ്പാണ് ആൻസർ. അടുത്തത്. ബാക്ടീരിയകളെയും വൈറസുകളെയും കൊല്ലാൻ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ജലശുദ്ധീകരണ രീതി ഏതാണ്? ബാക്ടീരിയയും വൈറസിനെയും ഒക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ജലശുദ്ധീകരണ രീതി ഫിൽട്രേഷൻ, ക്ലോറിനേഷൻ, UV അണുവിമുക്തമാക്കൽ, തിളപ്പിക്കൽ. ഏതാണ് വരുന്നത്? ക്ലോറിനേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. മണ്ണ് വെള്ളത്തിൽ കലർത്തി അതിൽ ഒരു രാസവസ്തു ചേർത്ത് കുമിളകളുടെ അളവ് നിരീക്ഷിക്കുന്നത് മണ്ണിലെ ജൈവ വസ്തുക്കൾ നിർണയിക്കുന്നതിനുള്ള ഒരു രീതിയാണ്. ഈ പരീക്ഷണത്തിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഏതാണ്? ഓസോൺ ആണോ, ഹൈഡ്രജൻ പെറോക്സൈഡ് ആണോ, അയഡിൻ ആണോ, ബോഡോ മിശ്രിതമാണോ? ഏതാണ് ആൻസർ? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ആൻസർ വരുന്നത്. അപ്പോ 20 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ടെസ്റ്റ് സീരീസ് 1 ചെയ്തിട്ടുള്ളത്. ഈ 20 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായി, എത്ര എണ്ണം തെറ്റി എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത ടെസ്റ്റ് സീരീസിന് വേണ്ടി നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.